ഈ നട്ടുച്ചയ്ക്ക് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് കൊല്ലം കൊട്ടിയം അഷ്ടമുടി പാർലറിലോട്ട് പോവുകയാണ്. കാരണം മുടിയൊക്കെ വളർന്നിരുമ്പോൾ അത് ശിവനെ കണക്കായിട്ടുണ്ട്. മുന്നേ സ്മൂത്തനിങ് ചെയ്ത ഹെയറും നാച്ചുറൽ ഹെയറൂടെ വളർന്നപ്പോഴത്തേക്ക് നല്ല അട്ടർ ഫ്ലോപ്പായിട്ടുണ്ട്. സോ അതൊന്ന് പോയി നേരെയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പിന്നാലെ പരിവാരങ്ങളുണ്ട് ഗൈസ്. ഞങ്ങളൊന്ന് പോയി വെച്ച് വരാം. ഇത്ര വെയിലത്ത് കൂടെ എല്ലാം നടന്നൊരുമാതിരി കരിവാടിൻ്റെ പരിപാടി ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ശരിയെന്നാ പോയി അഷ്ടമുടിയിലെത്തിയിരിക്കുകയാണ്. ഹെയർ എന്താണ്ടോ ചെയ്യാൻ പോവാണ്. നാനോ പ്ലാസ്റ്റിയോ ബോട്ടോക്സിയോ എന്തുകൊണ്ടോ ചെയ്യാൻ പോവാണ്. ഓക്കെ, പോയിട്ട് വരാം. ആ ചെയ്യണം. അവക്കും പെഡിക്യൂറുണ്ട്. എൻ്റെ കുളി കഴിഞ്ഞ് ഉദ്ദേശിക്കുന്നു. ഞാൻ പോയിട്ട് പെഡിക്യൂർ ചെയ്യട്ടെ. തലയിൽ ക്രീമൊക്കെ തേച്ചിട്ട് കുറേ നേരമായി തന്നെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ എപ്പോഴാണ് അഴിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഈ കണ്ണാടിക്കൂട്ടിനകത്തൊക്കെ ബർഗറും സാൻഡ്വിച്ചൊക്കെ റാപ്പ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ പണ്ട് ചെറിയ ചെറിയ ബേക്കറികളിലൊക്കെ? അതുപോലെ ഇരിക്കുന്നല്ലേ. മഴയാണോടി വെളിയില്? അല്ലേ? അങ്ങനെ പരിപാടികളൊക്കെ ഇവിടെ കുറെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഒടുവിലെ നമ്മുടെ ലുക്ക് ഇപ്പം വന്നിട്ട് പശു നക്കി ഇട്ടതുപോലെ ഉണ്ട്. 3-4 ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കും. പിന്നെ അടുത്തൊരു ഹെയർ വാഷ് കഴിഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ. ഫ്രണ്ടിൽ കുറച്ച് പപ്പും പൂടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഷോ വ്യത്യസ്തനൊരു ബാർബറം ബാലമേ. നമ്മുടെ സലീം കുമാറേട്ടനുമായിട്ട് വളരെയധികം സാമ്യം തോന്നിക്കുന്ന ഒരു ലുക്കിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിവേ ശരി, പോയിട്ട് വരാം. എന്തായാലും കുറച്ച് കാശായിട്ടുണ്ടല്ലോ. എങ്കപ്പറിച്ചടാ എല്ലാം മുറിയെ പണിയെടുത്തിട്ട് എല്ലാം കൊണ്ടൊന്നും ഇങ്ങനെ പാർലറിൽ ചിലവാക്കുന്നുണ്ട്. ഒരു രസം. ഇതിനു വേണ്ടി ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു മാനത്തെ കണ്ണി പോലും ഇതിനകത്തില്ല. അതാണ് മറ്റൊരു വാസ്തവം. കുലിക്ക് കുലിക്ക് നല്ല പോലെ കുലിക്ക് കുലുങ്ങട്ട്. ഒരു താങ്ക്സ് എന്തെങ്കിലും പറയടി പുല്ലേ. ആട്ടിക്കോ അപ്പോൾ ഞാൻ
ഞാനിന്നിവിടെ അഷ്ടമുടിയിൽ വന്നിട്ട് ഹെയറിന് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയോ എന്തായിരുന്നു അല്ലേ? അതാണ് ചെയ്തത്. നല്ല സർവീസ് ആയിരുന്നു. പിന്നെ പെഡിക്യൂർ എടുത്തിട്ടുണ്ടായിരുന്നു, അതും നല്ല സർവീസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊല്ലം കൊട്ടിയം ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.